എഡ്വേർഡ് ജെന്നറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അദ്ദേഹമാണ് ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി. 1796 അദ്ദേഹം സ്മോൾ പോക്സിനെതിരെ വാക്സിൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ 19-20 നൂറ്റാണ്ടിലാണ് ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റി കൂടുതലായിട്ട് ഡെവലപ്മെന്റ്സ് വരുന്നത്. ഒരു 10th സെഞ്ചുറി തൊട്ടേ ആ ഒരു കൺസെപ്റ്റ് ഉണ്ട് പല ഇടത്തായിട്ട്. ഇനി 5000 വർഷങ്ങൾക്ക് മുൻപായിട്ട് ആയുർവേദത്തിൽ വ്യാധിക്ഷമത്വം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് വ്യാധിക്ഷമത്വം? ഒരു രോഗത്തിനെതിരെ, ഒരു രോഗം വന്നതിന് ശേഷമോ അല്ലെങ്കിൽ ഇത് വരാതിരിക്കാനായിട്ടോ ശരീരം ചെയ്യുന്ന കുറച്ച് പ്രവർത്തനങ്ങൾ, അതിനെയാണ് വ്യാധിക്ഷമത്വം എന്ന് പറയുന്നത്. അപ്പം അത് 3 തരത്തിലുണ്ടെന്ന് പറയുന്നു: സഹജം, കാലജം, യുക്തിജം. അതായത് സഹജം എന്ന് പറയുന്നത് നമുക്ക് അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് കിട്ടുന്നതാണ് സഹജം. കാലജം എന്ന് പറയുന്നത് ഓരോരോ കാലത്തിനനുസരിച്ച് നമുക്ക് കിട്ടുന്നത്. അതായത് ഇപ്പോൾ കുട്ടികളിലുള്ള ഇമ്മ്യൂണിറ്റി ആയിരിക്കില്ല നമ്മൾ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ. അപ്പോൾ ആ ഒരു ഇമ്മ്യൂണിറ്റി ആയിരിക്കും നമ്മൾ പ്രായമായി കഴിയുമ്പോൾ. പിന്നെ ഓരോ സീസൺ അനുസരിച്ച്, ഓരോരോ സമയത്തിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതാണ് കാലജം എന്ന് പറയുന്നത്. ഇനി യുക്തിജം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ, നമ്മൾ കഴിക്കുന്ന മരുന്നുകളിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്നതാണ് യുക്തിജം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ആയുർവേദിക് കൺസെപ്റ്റുകൾ അറിയാനായിട്ട് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.